ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് ഗ്രൂപ്പുകളെ പറ്റിയാണ്. ഗ്രൂപ്പിന് എക്സാമ്പിൾ തന്നെയാണ്. പ്രധാനപ്പെട്ട ചില മെട്രിക്സ് ഗ്രൂപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഐഡിയ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഗ്രൂപ്പുകൾ പറയുമ്പോഴത്തേക്ക് കൃത്യമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അന്നേരം പ്രീവിയസ് ആയിട്ട് നിങ്ങൾ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളോട് ആവശ്യമുണ്ട്. ജസ്റ്റ് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇത്രയെങ്കിലും മിനിമം ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുമോ. ബാക്കി ജനറലായിട്ട് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മെട്രിക്സിലോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടുന്ന കാര്യം മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അന്നേരം മെട്രിക്സ് ഗ്രൂപ്പുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസുകളാണ്, അതുകൊണ്ട് കാര്യമായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് ആൻ എൻ ബൈ എൻ മെട്രിക്സ് എ ഈസ് സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഒരു മെട്രിക്സ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ സിംഗുലർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണ് എൻ ബൈ എൻ. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സിനെ സിംഗുലർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് മസ്റ്റായിട്ടും നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക്, ആ സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻ എൻ ബൈ എൻ മെട്രിക്സ് എ ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് മസ്റ്റായിട്ട് നോൺ സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, തേർഡ് വൺ ആൻ എൻ ബൈ എൻ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോൺ സിംഗുലർ. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലൊരു മെട്രിക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആ മെട്രിക്സിനെ ഇൻവേർട്ടിബിൾ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. അതായത് ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ഇതെല്ലാം സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിലൊരു സ്ക്വയർ മെട്രിക്സ് നമ്മളിലുണ്ട്. ആ സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അത് നോൺ സിംഗുലർ ആകുക എന്നുള്ളതാണ്. അതായത് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും? ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ആദ്യം പറഞ്ഞത് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് നോൺ സിംഗുലർ ആയിരിക്കും. ഓക്കെ, അതിലൊരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് നോൺ സിംഗുലർ ആയിരിക്കും, ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് മസ്റ്റായിട്ടും ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അതായത് ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ, എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവേഴ്സിനെ ഞാൻ എ ഇൻവേഴ്സ് എന്ന് വിളിച്ചു. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സും എ ഇൻവേഴ്സ് ഇൻറ്റു എയും മസ്റ്റായിട്ടും എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഓക്കെ, എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇൻവേഴ്സിനെ ഞാൻ എ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സും എ ഇൻവേഴ്സ് ഇൻറ്റു എയും മസ്റ്റായിട്ടും ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇതാണ് 4 കാര്യങ്ങൾ. ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, +2 പഠിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ നമ്മൾ അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ പറയപ്പെട്ട ജനറൽ ഐഡിയ ഒന്ന് മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സെറ്റ് ഓഫ് all m by n of R of all m by n matrices with operation matrix addition is an abelian group. അന്നേരം m by n of R ഈ സെറ്റിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ സെറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് m by n മെട്രിസസിൻ്റെ കളക്ഷൻ, അത് സ്ക്വയർ മെട്രിക്സ് അല്ല. ഓക്കെ, സ്ക്വയർ മെട്രിസസ് അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം. ഓക്കെ, m റോസും n കോളംസുമുള്ള മെട്രിസസിൻ്റെ കളക്ഷൻ. ഓക്കെ, അതാണ് m by n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർ മീൻസ് ആ മെട്രിസസിനകത്തുള്ള എൻട്രീസ്, എലമെൻറ്റുകൾ റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കളക്ഷൻസ്. ഓക്കെ, ഈ ഒരു സെറ്റ് ഓഫ് ഓൾ കളക്ഷൻ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറയുന്ന മെട്രിക്സ് ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യും. അത് അബീലിയൻ ഗ്രൂപ്പായിരിക്കും. ഓക്കെ, അന്നേരം നമുക്ക് ഒരു ഗ്രൂപ്പ്, ഒരു സെറ്റ് ഗ്രൂപ്പാകാനുള്ള കാര്യങ്ങൾ 4 കാര്യങ്ങൾ നമുക്കറിയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ,
പിന്നീട് നമ്മൾ തെളിയിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് അസോസിയേറ്റീവ് ആയിരിക്കണം, ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം, ഏത് എലമെൻറ്റിനും ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അന്നേരം നമ്മുടെ കയ്യിലുള്ളത് m/n ഓഫ് r ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ചിന്തിച്ചാലും മതി. ഓക്കെ, ഇപ്പോൾ സപ്പോസ് m എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക, n എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു 3/2 മെട്രിക്സിൻ്റെ കളക്ഷനാണ് 3/2 മെട്രിക്സ്. ഓക്കെ, അതായത് 3 റോയും 2 കോളവുമുള്ള മെട്രിക്സസിൻ്റെ കളക്ഷൻ, 3 റോയും 2 കോളവുമുള്ള മെട്രിക്സസിൻ്റെ കളക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ x1 y1 x2 y2 x3 y3, മൊത്തം 3 റോ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, എത്ര കോളമുണ്ട്? 2 കോളമുണ്ട്. ഇത്തരത്തിലുള്ള മെട്രിക്സസിൻ്റെ കളക്ഷൻ x1 y1 x2 y2 x3 y3 ഇതെല്ലാം കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ നമ്മുടെ കയ്യിലുള്ളത് മൊത്തം m/n മെട്രിക്സസിൻ്റെ കളക്ഷനാണ്. അതിന് പകരം ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലുള്ളത് 3/2 മെട്രിക്സസിൻ്റെ കളക്ഷനാണെന്ന് വിചാരിക്കാം. 3/2 മെട്രിക്സസിൻ്റെ കളക്ഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന റിയൽ നമ്പേഴ്സാണ് ഈ മെട്രിക്സിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ. അന്നേരം ഈ റിയൽ നമ്പേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ തരത്തിലുള്ള 3/2 മെട്രിക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ കളക്ഷനും ഇതിനകത്തുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ഓക്കെ, പുതുതായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്നർത്ഥം. ഓക്കെ, അത്രയും എലമെൻറ്റ്സ് ഉള്ളൊരു കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അബീലിയൻ ഗ്രൂപ്പാണെന്ന് തെളിയിക്കണം. ഓക്കെ, അത് ആദ്യം ഏത് 2 എലമെൻ്റ് എടുത്ത് ആദ്യം ഓപ്പറേഷൻ ബൈനറി ആണെന്ന് തെളിയിക്കാനുള്ളത്. അന്നേരം ഏത് 2 എലമെൻ്റ് എടുത്ത് ഇതിനകത്ത് നിന്ന് ഏത് 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്താലും ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം m/n ഓഫ് ആറിൽ നിന്നും ഏത് 2 മെട്രിക്സ് എടുത്ത് ആഡ് ചെയ്താലും അത് m/n ഓഫ് ആറിനകത്ത് തന്നെ ഉള്ളതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ m/n r ഓഫ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അന്നേരം 2 എലമെൻറ്റ് എയും ബിയും ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം m/3/2 ഓഫ് ആറിൽ നിന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവയുടെ അഡിഷൻ a+b എന്ന് പറയുന്നതും ഈ പറയപ്പെട്ട സെറ്റിൽ തന്നെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ മതി. ഒന്ന്, ഈ m/3/2 ഓഫ് ആറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ളത് 3/2 മെട്രിക്സസിൻ്റെ കളക്ഷനാണ്. അന്നേരം ഇത് ആഡ് ചെയ്യുമ്പോഴും ഈ 2 ഇതിനകത്തുള്ള ഏത് 2 മെട്രിക്സസ് എടുത്ത് ആഡ് ചെയ്താലും അത് 3/2 മെട്രിക്സസ് തന്നെ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ 3/2 മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ 3/2 മെട്രിക്സ് തന്നെ കിട്ടിയാൽ മാത്രം പോരാ, അതിനകത്തുള്ള എൻട്രീസ് എന്തോ ആയിരിക്കണം? റിയൽ നമ്പേഴ്സും ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഇതിനകത്തുള്ള എലമെൻറ്റ് തന്നെയാണ്. കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, m/3/2 ഓഫ് r എന്ന് പറഞ്ഞാൽ എല്ലാ കളക്ഷനും ഇതിനകത്തുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ഓക്കെ, റിയൽ നമ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സകലമാന കളക്ഷനും അതിനകത്തുണ്ട്. ഓക്കെ, പുതുതായിട്ട് ഇനി ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത്രത്തോളം വലിയൊരു സെറ്റാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം 2 മെട്രിക്സസിൻ്റെ ഈ പറയപ്പെട്ട സെറ്റിൽ നിന്ന് 2 എലമെൻറ്റിൻ്റെ സം a+b എന്ന് പറയുന്ന സം ഇതേ സെറ്റിൽ m/3/2 ഓഫ് ആറിനകത്ത് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. ഈ 2 മെട്രിക്സസ് ഇതിൽ നിന്ന് 2 എലമെൻറ്റ് എടുക്കുന്നു, അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് 3/2 മെട്രിക്സസ് തന്നെ ആയിരിക്കണം, അതിനകത്ത് റിയൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അന്നേരം അത് ശരിയാണോ? ഏത് 2 3/2 മെട്രിക്സസ് എടുത്ത് ആഡ് ചെയ്താലും 3/2 മെട്രിക്സസ് തന്നെയാണോ കിട്ടുന്നത്? ആണ്. കാര്യം ഓൾറെഡി അത് നമ്മൾ വളരെ ബേസിക്കായിട്ട് മെട്രിക്സിൻ്റെ പഠിച്ചിട്ടുള്ളതാണ്. കാര്യം മെട്രിക്സ് ആഡിഷൻ പോസിബിൾ ആകുന്നത് സെയിം ഓർഡറിലുള്ള മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്. അന്നേരം എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഈ സെറ്റിൽ നിന്ന് എടുക്കുന്ന എലമെൻ്റ് അല്ലേ? അതായത് 2 3/2 മെട്രിക്സസ് അല്ലേ? 2 സെയിം ഓർഡറിലെ സെയിം ഓർഡറിലുള്ള മെട്രിക്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അന്നേരം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതേ ഓർഡറിലുള്ള മെട്രിക്സ് തന്നെയായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നേരം കിട്ടുന്നത് 3/2 ഓർഡറിലുള്ളൊരു മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി അതിനകത്തുള്ള എലമെൻറ്റ്സ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അതും ആണ്. കാര്യം എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഈ പറയപ്പെട്ട സെറ്റിൽ നിന്ന് എടുത്ത മെമ്പറല്ലേ? ഈ പറയപ്പെട്ട സെറ്റിലെ മെമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള എലമെൻറ്റ്സ് റിയൽ നമ്പേഴ്സാണ്. അന്നേരം 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകത കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അന്നേരം ഈ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണല്ലോ. ഓക്കെ, അന്നേരം 2 റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നത്? റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതായത് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു 3/2 മെട്രിക്സും ആയിരിക്കും, ഇതിനകത്തുള്ള എല്ലാം എന്തായിരിക്കും? റിയൽ നമ്പേഴ്സും ആയിരിക്കും. സോ അന്നേരം ഏത് 2 3/2 മെട്രിക്സ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 3/2 മെട്രിക്സ് തന്നെയായിരിക്കും, അതിനകത്ത് റിയൽ നമ്പർ തന്നെയായിരിക്കും. സോ അത് അതേ സെറ്റിലെ മെമ്പർ തന്നെയായിരിക്കും.
ഇത് തന്നെയാണ് ഏതൊരു M/n മെട്രിക്സ് M/n ഓഫ് R എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, ഒരു M/n ഓഫ് R മെട്രിക്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് ആഡിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അന്നേരം അത് ഓക്കെ ആയി, ആഡിഷൻ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഇനി ഫസ്റ്റ് G1 നമുക്ക് തെളിയിക്കാനുള്ളത് അസോസിയേറ്റീവ് ആണെന്ന് തെളിയിക്കണം. അത് പ്രത്യേകിച്ചൊന്നും തെളിയിക്കാനില്ല, കാര്യം അത് പ്രോപ്പർട്ടിയാണ് മെട്രിക്സിൻ്റെത്. ഓൾറെഡി അത് നമ്മൾ വളരെ കൊച്ചു ക്ലാസ്സിലൊക്കെ +2 പഠിക്കുന്നതാണ്. അന്നേരം പ്രോപ്പർട്ടി പ്രത്യേകിച്ച് അവിടെ ഒന്നും തെളിയിക്കാനില്ല, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. മെട്രിക്സ് ആഡിഷൻ അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് A+B+C എന്ന് പറയുന്നത് A+B+Cക്ക് തുല്യമാണ് ഫോർ എവരി A, B, C ബിലോങ്സ് ടു M/n ഓഫ് R. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അഡിഷനാണ്. ഇവിടെ അഡിഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം വരാനുള്ളത്, 0 ആയിരിക്കാം. അന്നേരം ഏതൊരു മെട്രിക്സ് ഈ M/n ഓഫ് R, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, x1 y1 x2 y2 x3 y3 ഇത്തരത്തിലുള്ള ഏതൊരു മെട്രിക്സ് 3/2 മെട്രിക്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഈ ഒരു ഫിക്സഡ് മെട്രിക്സ്, ഓക്കെ 3/2 മെട്രിക്സ് തന്നെ ഫിക്സഡ് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം തന്നെ കിട്ടണം. ഏതായിരിക്കും മെട്രിക്സ്? 0 മെട്രിക്സ്. ഒരു 3/2 0 മെട്രിക്സ് എടുത്താൽ 3/0 വെച്ചാൽ എല്ലാം 0 ആകുന്ന മെട്രിക്സ്. ഓക്കെ, ഇതും ഇതേ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. കാര്യം ഇവയെല്ലാം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് വരുന്ന തരത്തിലുള്ള എല്ലാ കളക്ഷൻസും ഈ സെറ്റിനകത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 0 എന്ന് പറയുന്ന എല്ലാം 0 ആകുന്ന മെട്രിക്സും ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഏതൊരു മെട്രിക്സ് എടുത്ത് 0 മെട്രിക്സുമായിട്ട് ആഡ് ചെയ്താലും അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. നേരെ തിരിച്ച് ആഡ് ചെയ്താലും 0യുടെ കൂടെ ഈ മെട്രിക്സ് ആഡ് ചെയ്താലും ഈ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ 0 എന്ന് പറയുന്നത് ഈ സെറ്റിനകത്തുള്ള മെമ്പറാണ്. 0 ഒരു ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അന്നേരം ഐഡൻറ്റിറ്റി ആയി. ഇനി ഇൻവേഴ്സ്, ഏതൊരു മെട്രിക്സ് എ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ ഏതൊരു മെട്രിക്സ് എ എടുത്തു കഴിഞ്ഞാലും അതിനോടൊപ്പം ഈ പറയപ്പെട്ട സെറ്റിൽ തന്നെ ഒരു മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയായ 0 മെട്രിക്സ് കിട്ടണം. അത്തരത്തിലുള്ള മെട്രിക്സ് ഉണ്ടോ? ഉണ്ട്. ഏതൊരു എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്താലും അതിൻ്റെ നെഗറ്റീവും ഇതേ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. കാര്യം എ എന്ന് പറയുന്ന മെട്രിക്സ് x1 y1 x2 y2 x3 y3 എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ് 3/2 മെട്രിക്സ് വെച്ച് ഞാൻ ഈ പറയുവാണ്. ഇതെല്ലാം M/n ട്രൂ ആണ്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അന്നേരം എ എന്ന് പറയുന്ന ഏതൊരു 3/2 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഇതേ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. കാര്യം ഒരു മെട്രിക്സിന് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മെട്രിക്സിനകത്തുള്ള എലമെൻറ്റ്സ് റിയൽ നമ്പേഴ്സ് ആണല്ലോ. ഈ റിയൽ നമ്പേഴ്സിനെ എല്ലാം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് റിയൽ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ സാധനം എവിടെയും ഉണ്ടായിരിക്കും, ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. സോ ഏതൊരു മെട്രിക്സ് എ എടുത്തു കഴിഞ്ഞാലും അതിനെ നെഗറ്റീവ് ചെയ്യും അതേ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൂടാതെ അവയുടെ സം എന്ന് പറയുന്നത് 0 മെട്രിക്സുമാണ് കിട്ടുന്നത്. സോ എന്തുണ്ടായിരിക്കും, ഏതൊരു മെട്രിക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ടായിരിക്കും, ഇൻവേഴ്സും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അതായത് എയുടെ കൂടെ -a ആഡ് ചെയ്താലും -aയുടെ കൂടെ a ആഡ് ചെയ്താലും 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. സോ ഏതൊരു എ എന്ന് പറയുന്ന മെട്രിക്സ് M/n ഓഫ് R എന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സും ഉണ്ടായിരിക്കും. അതിൽ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. കാര്യം ഇത് അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് തെളിയിക്കാനുള്ളത്. മെട്രിക്സ് ആഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ വളരെ ബേസിക് തുടക്കത്തിൽ +2 പഠിക്കുന്നതാണ്. സോ A+Bയും B+Aയും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. 2 മെട്രിക്സസ് എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ഓർഡറിലുള്ള 2 മെട്രിക്സസ് എങ്ങനെ ആഡ് ചെയ്താലും ഒന്ന് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ആഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ അബീലിയൻ ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് ദ സെറ്റ് M/n ഓഫ് R ഓഫ് ഓൾ n/n മെട്രിക്സസ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ്. ഇവിടെ പറയുന്നത് M/n ഓഫ് R എന്നാണ്. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ് M/n ഓഫ് R എന്നാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്ക്വയർ അല്ല, റോയും കോളം ഡിഫറൻ്റ് ആയിട്ടുള്ള മെട്രിക്സസാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് M/n ഓഫ് R എന്നാണ്. ഓക്കെ, ഇവിടെ ഒരേ ഒരു സാധനമേ തന്നിട്ടുള്ളൂ. ഒരേ ഒരു സാധനമേ തന്നിട്ടുള്ളെങ്കിൽ അതിനർത്ഥം റോയും കോളം അത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അത് സ്ക്വയർ മെട്രിക്സസിൻ്റെ കളക്ഷനാണ്. ഫോർ എക്സാമ്പിൾ M2 ഓഫ് R എന്ന് പറഞ്ഞതിനർത്ഥം 2/2 മെട്രിക്സസിൻ്റെ കളക്ഷനാണ്. M3 ഓഫ് R എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സസിൻ്റെ കളക്ഷനാണ്. ഇതാണ്. അന്നേരം ഇത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സസിൻ്റെ കളക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്ത് ഫോം ചെയ്യില്ല, ഗ്രൂപ്പ് ഫോം ചെയ്യില്ല എന്നാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് തെളിയിക്കാം. അതിനാദ്യം AB എന്ന് പറയുന്ന 2 എലമെൻറ്റ് M/n ഓഫ് R നിന്ന് എടുക്കുന്നു. ഓക്കെ, M/n ഓഫ് R എന്നതിന് പകരം ഞാൻ എളുപ്പത്തിന് വേണമെങ്കിൽ M2 ഓഫ് R എന്ന് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2/2 മെട്രിക്സസിൻ്റെ കളക്ഷനാണ് നമ്മളിലുള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, വിത്ത് റിയൽ എൻട്രീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 2/2 മെട്രിക്സിൻ്റെ കളക്ഷൻ. സകലമായ 2/2 മെട്രിക്സസും അതിനകത്തുണ്ട്. ഒരു 2/2 മെട്രിക്സസും ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല.
ഓക്കെ, എല്ലാ റിയൽ നമ്പേഴ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 2x2 മെട്രിക്സസും ഇതിനകത്തുണ്ട്. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അന്നേരം M2 എന്ന് പറയുന്ന കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം ബൈനറി ഓപ്പറേഷൻ തെളിയിക്കണം. ആദ്യം ഈ M2 നിന്ന് 2 മെട്രിക്സ് ഞാൻ എടുക്കുന്നു, AB. ഓക്കെ, A ഒരു 2x2 മെട്രിക്സ് ആണ്, B ഒരു 2x2 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ A ഇൻറ്റു B എന്ന് പറയുന്ന പ്രോഡക്റ്റും ഈ M2 ഉണ്ട് എന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം AB എന്ന പ്രോഡക്റ്റ് M2 ഉണ്ട് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. A ഒരു 2x2 മെട്രിക്സ് ആണ്, B ഒരു 2x2 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഒരു 2x2 മെട്രിക്സ് ആയിരിക്കണം കിട്ടേണ്ടത്. അതുകൂടാതെ അതിനകത്തുള്ള എൻട്രീസ് എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അത് ട്രൂ ആണ്. കാര്യം 2 2x2 മെട്രിക്സസ് സെയിം ഓർഡറിലുള്ളതാണ്. സെയിം ഓർഡർ എന്ന് വെച്ചാൽ സ്ക്വയർ മെട്രിക്സസാണ്. 2 സ്ക്വയർ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എല്ലായ്പ്പോഴും സ്ക്വയർ മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, അത് ഏതാണോ ഓർഡർ അതേ ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് 2 2x2 മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, 2x2 മെട്രിക്സ് തന്നെയായിരിക്കും. 3x3 ആണെങ്കിൽ എന്തായിരിക്കും, 3x3 തന്നെയായിരിക്കും. ഇതാണ് സംഗതി. അന്നേരം A ഇൻറ്റു B എന്ന് പറയുന്നത് മസ്റ്റായിട്ടും 2x2 മെട്രിക്സ് തന്നെയായിരിക്കും. അതുകൂടാതെ എയും ബിയും എവിടുത്തെ എലമെൻറ്റാണ്, M2 എലമെൻറ്റാണ്. അതായത് അതിനകത്തുള്ള എൻട്രീസ് റിയൽ നമ്പേഴ്സ്. അതുകൊണ്ട് AB എന്ന് പറയുന്ന മെട്രിക്സ് ഔട്ട്പുട്ട് കിട്ടുന്ന മെട്രിക്സിനകത്തും എൻട്രീസ് എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. കാര്യം റിയൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടത്തുള്ളൂ, റിയൽ നമ്പറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 2 2x2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് 2x2 മെട്രിക്സ് തന്നെയായിരിക്കും. അതിനകത്തുള്ള എൻട്രീസ് റിയൽ നമ്പർ തന്നെയായിരിക്കും. സോ ഇതും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, M2 എലമെൻ്റ് ആയിരിക്കും. അന്നേരം ജനറലായിട്ട് നമുക്ക് Mn നിന്നും ഒരു മിനിറ്റ് പുറത്തെന്തോ ഒരു ബഹളം, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തത്. ഓക്കെ, ശ്രദ്ധിക്കുക. അന്നേരം എ ബി എന്ന് പറയുന്ന 2 എലമെൻറ്റ് Mn നിന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റും Mn തന്നെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കിട്ടി. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ അഡീഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. പ്രോപ്പർട്ടിയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവാണ്. അത് A ഇൻറ്റു ബി സിയും AB ഇൻറ്റു സിയും തുല്യമാണ്. അത് നമ്മുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതും പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനില്ല. അസോസിയേറ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അത് ഏതൊരു മെട്രിക്സ്, ഓക്കെ, ഏതൊരു സ്ക്വയർ മെട്രിക്സ് A എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആ മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, കാര്യം IN എന്ന് വെച്ചാൽ എന്താണ്, n/n സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ എന്താണ്, I2 2x2 സ്ക്വയർ മെട്രിക്സ്. എങ്ങനെയാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, 1 0 0 1. ഓക്കെ, I3 ആകുമ്പോൾ എങ്ങനെ വരും, 1 0 0 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇനി 4x4 ആകുമ്പോൾ ഇതേപോലെ തന്നെ വരും. ഓക്കെ, അതായത് ഡയഗണലെല്ലാം 1 വരും, ബാക്കിയെല്ലാം 0. ഓക്കെ, ഇതാണ് മെയിൻ ഡയഗണൽ. ഓക്കെ, ഇതെല്ലാം 1 വരും, ബാക്കിയെല്ലാം 0 വരും. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം n/n ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ IN എന്താണ്, n 1 വരും നടുക്ക്. ഓക്കെ, ബാക്കിയെല്ലാം 0 വരും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെട്രിക്സ് ഏതൊരു സ്ക്വയർ മെട്രിക്സ്, ഓക്കെ, IN ആണ് n/n മെട്രിക്സ്. ഓക്കെ, അന്നേരം ഏതൊരു n/n മെട്രിക്സ് നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും, ഈ A തന്നെയായിരിക്കും കിട്ടുന്നത്. A ഇൻറ്റു IN എന്ന് പറയുന്നത് അതാണ് ഈ INൻ്റെ പ്രത്യേകത. ഓക്കെ, അന്നേരം ഈ n/n മെട്രിക്സിനകത്തുള്ള ഏതൊരു മെട്രിക്സ് നിങ്ങൾ IN-ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും, ആ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. സോ അതാണ് ഐഡൻറ്റിറ്റി ആകാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിനോട് ഒരു ഫിക്സഡ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A തന്നെ കിട്ടണം. അത്തരത്തിലൊരു മെട്രിക്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉണ്ട്, IN ഐഡൻറ്റിറ്റി. ഓക്കെ, അന്നേരം IN ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. A ഇൻറ്റു IN-ഉം IN ഇൻറ്റു എയും എന്ത് തന്നെയാണ്, A തന്നെയാണ്. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു മൾട്ടിപ്ലിക്കേഷനിലും. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോട്ട് എവരി മെട്രിക്സ് ഇൻ Mn ഹാസ് ആൻ ഇൻവേഴ്സ്. എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കുകയില്ല. കാര്യം ഇൻവേഴ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തുടങ്ങിയത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നോൺ സിംഗുലർ ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം, മസ്റ്റായിട്ടും നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു ക്രൈറ്റീരിയ. ഓക്കെ, ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിന് മാത്രമേ എന്തുണ്ടായിരിക്കുകയുള്ളൂ, നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണോടെ, നോൺ സീറോ ആണ് അല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഏറ്റവും എളുപ്പം പറയുന്ന എക്സാമ്പിൾ എന്താണ്, ഒരു സീറോ മെട്രിക്സ് എടുത്താൽ മതി നിങ്ങൾ. കാര്യം ഇവിടെ നമ്മുടെ മെട്രിക്സ് എന്താണ്, Mn എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ കളക്ഷൻ n/n. ഓക്കെ, n/n മെട്രിക്സിൻ്റെ കളക്ഷൻ. അത് n എലമെൻസും 0 ആയിട്ടുള്ള മെട്രിക്സ് എടുത്താൽ മതി. എല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ എളുപ്പത്തിന് മനസ്സിലാക്കേണ്ട M2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, M2 ആണെങ്കിൽ 2x2 മെട്രിക്സ്, 2x2 0 വരുന്ന മെട്രിക്സ് എന്താണ്, ഇതാണ്. ഓക്കെ,
2 റോയും 2 കോളം അത് എല്ലാം 0 ആവുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് 0 ആണ്. 0 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓൾവേസ് 0 തന്നെയാണ്, പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. എന്നാൽ ഡിറ്റർമിനൻ്റ് 0 ആകുന്ന മെട്രിക്സും ഇതിനകത്തുണ്ട് എന്നർത്ഥം. അതായത് എല്ലാ മെട്രിക്സിനും എന്തില്ല? ഇൻവേഴ്സ് ഇല്ല. ക്ലിയർ ആണല്ലോ? അന്നേരം ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഇൻ ദി സെറ്റ് ഹാസ് ആൻ ഇൻവേഴ്സ്. അന്നേരം ഈ പറയപ്പെട്ട സെറ്റിൽ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അന്നേരം ഇൻവേഴ്സ് ഇല്ലാത്ത എലമെൻറ്റും ഇതിനകത്തുണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് സീറോ മെട്രിക്സ്. ഓക്കെ, അന്നേരം സീറോ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല. സീറോ മെട്രിക്സ് മാത്രമല്ല, വേറെയും ധാരാളം മെട്രിക്സുകളുണ്ട്. ഡിറ്റർമിനൻ്റ് 0 ആകുന്ന ഒരുപാട് മെട്രിക്സ് ഉണ്ട്. സീറോ മെട്രിക്സിന് മാത്രമല്ലല്ലോ ഡിറ്റർമിനൻ്റ് 0 ആകുന്നത്. അന്നേരം അത്തരത്തിലുള്ള മെട്രിക്സുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. അതിനൊരു എക്സാമ്പിളാണ് സീറോ മെട്രിക്സ് എന്ന് മാത്രം. ഓക്കെ, അന്നേരം ഡിറ്റർമിനൻ്റ് 0 ആകുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കില്ല. സോ ഇൻവേഴ്സ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇവിടെ എന്തായി? ആക്സിയം ഫെയിലായി. സോ ഗ്രൂപ്പ് ആകാനുള്ള ഒരു കണ്ടീഷൻ ഫെയിലായി കഴിഞ്ഞാൽ ആ സെറ്റ് എന്തല്ല? ഗ്രൂപ്പല്ല. സോ Mn(r) അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പല്ല. ക്ലിയർ ആണല്ലോ? ഇനി ഈ പറയപ്പെട്ട സെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ Mn(r) എന്ന് പറയുന്ന സെറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, Mn(r). ഓക്കെ, Mn(r) എന്ന് പറയുന്ന സെറ്റ് ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനിൽ ഗ്രൂപ്പ് അല്ല. എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ആകാഞ്ഞത്? ഗ്രൂപ്പ് ആകാഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് കണ്ടീഷനാണ് ഫെയിൽ ആയത്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. ഓക്കെ, അന്നേരം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് ഡിറ്റർമിനൻ്റ് 0 ആകുന്നു എന്നുള്ളതായിരുന്നു പ്രോബ്ലം. അന്നേരം ഞാൻ ഈ Mn(r) എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിൻ്റെ കളക്ഷനാണല്ലോ. ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ കളക്ഷനെ 2 കാറ്റഗറി ആക്കാം. ഒന്ന് ഡിറ്റർമിനൻ്റ് 0 ആകുന്ന മെട്രിക്സുകളും മറ്റൊന്ന് ഡിറ്റർമിനൻ്റ് നോൺ 0 ആകുന്ന മെട്രിക്സുകളും. ഇങ്ങനെ 2 കാറ്റഗറി ആക്കാമല്ല. ഓക്കെ, അതിൽ ഒരു കാറ്റഗറിയാണ് ഡിറ്റർമിനൻ്റ് നോൺ 0 ആകുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ എസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇതിനകത്തുള്ള സബ്സെറ്റ് ആയിരിക്കുമല്ലോ അത്. എസ് എന്ന് പറയുന്നത് ആ ഡിറ്റർമിനൻ്റ് 0 ആകാത്ത മെട്രിക്സുകളുടെ കളക്ഷൻ. ബാക്കിയുള്ള എല്ലാം ഡിറ്റർമിനൻ്റ് 0 ആകുന്ന കളക്ഷനാണ്. കാര്യം ഇതിനകത്ത് തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഡിറ്റർമിനൻ്റ് 0 ആകുന്നതുകൊണ്ട് ഡിറ്റർമിനൻ്റ് 0 ആകാത്തതുകൊണ്ട്. അത് ഡിറ്റർമിനൻ്റ് 0 ആകാത്ത മെട്രിക്സുകളുടെ കളക്ഷൻ ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അതിന് ഞാൻ പ്രത്യേകം എടുത്തു. അതാണ് എസ് എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അന്നേരം എസ് എന്ന് പറയുന്നത് ഈ Mn(r)ൻ്റെ സബ്സെറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് നോൺ 0 ആകുന്ന മെട്രിക്സുകളുടെ മാത്രം കളക്ഷൻ. ഓക്കെ, അത്തരത്തിലുള്ള കളക്ഷൻ അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ. കാര്യം തൊട്ട് മുമ്പ് ഈ Mn(r) എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആകാത്ത കണ്ടീഷൻ എന്തായിരുന്നു? ഗ്രൂപ്പ് ആകാഞ്ഞിട്ട് കാര്യം എന്തായിരുന്നു? ഡിറ്റർമിനൻ്റ് 0 ആകുന്ന മെട്രിക്സുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു ഗ്രൂപ്പ് ആകാഞ്ഞത്. അന്നേരം ഞാൻ പ്രത്യേകം ഒരു സബ്സെറ്റ് എടുത്തു. ഡിറ്റർമിനൻ്റ് നോൺ 0 ആകുന്ന മാത്രം മെട്രിക്സിൻ്റെ കളക്ഷൻ എടുക്കുന്നു. അങ്ങനെ അത് ഗ്രൂപ്പ് ആകാനുള്ളൊരു സാധ്യതയില്ലേ? ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോബ്ലം നോക്കുക. ഷോ ദാറ്റ് the subset S of Mn(r) consisting of all invertible n/n matrices under matrix multiplication is a group. അന്നേരം Mn(r) എന്ന് എസ് എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുത്തു. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അതായത് ഡിറ്റർമിനൻ്റ് നോൺ 0 ആയിട്ടുള്ള n/n മെട്രിസസുകളുടെ കളക്ഷനാണ്. ഓക്കെ, ഈ Mn(r) നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ കളക്ഷൻ ഈ പറയപ്പെട്ട മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അന്നേരം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എസ് എന്ന് പറയുന്ന ഈ പറയപ്പെട്ട സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്താണ്? ഈ ഓപ്പറേഷൻ ബൈനറി ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഓപ്പറേഷൻ ബൈനറി ആകണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? എസ്സിൽ നിന്നും ഏത് 2 എലമെൻ്റ് എടുത്താലും, എ ബി എന്ന് പറയുന്ന ഏത് 2 എലമെൻ്റ് എടുത്താലും അവയുടെ മൾട്ടിപ്ലിക്കേഷനും ഈ എസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ എസ്സിൽ ഉണ്ടായിരിക്കണമെങ്കിൽ എസ്സിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എസ് എന്ന് വെച്ചാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൂടാതെ ഇൻവേർട്ടിബിൾ ആണ്, ഡിറ്റർമിനൻ്റ് നോൺ 0 ആണ്. അന്നേരം എ എന്നും ബി എന്ന് പറയുന്ന 2 എലമെൻറ്റ് എസ്സിൽ നിന്ന് എടുക്കുന്നു. അതായത് എയും ബി എസ്സിൽ എലമെൻ്റ് ആണെങ്കിൽ എ ഇൻവെർട്ടിബിൾ ആണ്, ബി ഇൻവെർട്ടിബിൾ ആണ്. അത് എയുടെ ഡിറ്റർമിനൻ്റ് നോൺ 0 ആണ്, ബിയുടെ ഡിറ്റർമിനൻ്റ് നോൺ 0 ആണ്. അങ്ങനെയെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എസ്സിലുണ്ടെന്ന് തെളിയിക്കണം. പ്രോഡക്റ്റ് എസ്സിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻവെർട്ടിബിൾ ആയിരിക്കണം. അതായത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ 0 ആയിരിക്കണം. ഓക്കെ, അന്നേരം ഡിറ്റർമിനൻ്റ് നോൺ 0 ആയിരിക്കണം എന്ന് തെളിയിക്കണം. അതല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ എന്ന് തെളിയിച്ചാലും മതി. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് നോൺ 0 ആണ്. ഓക്കെ, ഇൻവെർട്ടിബിൾ എന്ന് തെളിയിക്കാൻ വേറെയും മാർഗ്ഗമുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബൈനറി ആണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതായത് ഏത് 2 എലമെൻ്റ് എടുത്താലും അവയുടെ പ്രോഡക്റ്റും എസ്സിനകത്തുണ്ടെന്ന് തെളിയിക്കണം. അത് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എസ്സിനകത്തുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അത് ഇൻവെർട്ടിബിൾ എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അന്നേരം അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. എസ് മൾട്ടിപ്ലിക്കേഷനിൽ ഈ പറയപ്പെട്ട ക്ലോസ്ഡ് ആണെന്ന് തെളിയിക്കണം. അതിന് 2 എലമെൻ്റ് എടുത്തു. 2 എലമെൻറ്റ് എ ബി എസ്സിൽ എലമെൻ്റ് ആണെങ്കിൽ അതിനർത്ഥം എ ഇൻവെർട്ടിബിൾ ആണ്, ബിയും ഇൻവെർട്ടിബിൾ ആണെന്നാണ്. എ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതിനർത്ഥം എക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്നാണ്. എ ഇൻവേഴ്സ് ഉണ്ട്.
അതുപോലെ തന്നെ ബി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ബിക്ക് ഇൻവേഴ്സ് ഉണ്ട്, ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, അതാണല്ലോ അതിൻ്റെ മീനിങ്. ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെർട്ടിബിൾ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അന്നേരം ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മെട്രിക്സ് ഇപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ അതിനർത്ഥം ഇവയുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി ആണെന്നാണ്. ഇതാണല്ലോ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതൊരു മെട്രിക്സോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഐഡൻറ്റിറ്റി കിട്ടുന്നത്, അതാണ് അതിൻ്റെ ഇൻവേഴ്സ്. അന്നേരം എ ഇൻവേർട്ടിബിൾ ആണ്, അതിന് ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എ ഇൻവേർട്ടിബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്തായിരിക്കും, ഐഡൻറ്റിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്തായിരിക്കും, ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം എയും ബി ഇൻവേർട്ടിബിൾ ആണ്, അവയ്ക്ക് ഇൻവേഴ്സ് ഉണ്ട്, എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ്. അല്ലെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സും ബി ഇൻറ്റു ബി ഇൻവേഴ്സും ഒക്കെ എന്തായിരിക്കും, ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, ഈ എയുടെ റൈറ്റിൽ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുവാണെങ്കിൽ ഈ ഇൻവേഴ്സിനെയാണ് നമ്മൾ റൈറ്റ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ബി എന്ന് പറയുന്ന മാട്രിക്സ് ആണ്, അതിൻ്റെ ഇൻവേഴ്സാണ് ബി ഇൻവേഴ്സ്, റൈറ്റിൽ മൾട്ടിപ്ലൈ ആണ് റൈറ്റ് ഇൻവേഴ്സ്. അത് ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യും എ ഇൻവേഴ്സ് ഇൻറ്റു എ, ബി ഇൻവേഴ്സ് ഇൻറ്റു ബി, അത് എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അത് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുവാണെങ്കിൽ ഇതിനാണ് ലെഫ്റ്റ് ഇൻവേഴ്സ്. അവർ നേരെ സിമിലർലി ബിയുടെ കേസിലും. ഓക്കെ, ഇത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാര്യം എം എൻ ഓഫ് ആറിൻ്റെ സബ്സെറ്റ് ആണല്ലോ ഈ എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്ക്വയർ മെട്രിക്സിൻ്റെ കളക്ഷനാണ്. സ്ക്വയർ മെട്രിക്സിൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു റിസൾട്ട് ഓർത്തിരുന്നാൽ മതി. എ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും തുല്യമായിരിക്കും. ഓക്കെ, അതായത് എയിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സും എ ഇൻവേഴ്സ് ഇൻറ്റു എയും ഇത് രണ്ടും ഐഡൻറ്റിറ്റി ആയിരിക്കും. കാര്യം എ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. ഓക്കെ, ഇത് ട്രൂ ആകാത്ത കേസും വരാം എന്നുള്ളതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് എ ഇൻറ്റു എ ഇൻവേഴ്സും എ ഇൻവേഴ്സ് ഇൻറ്റു എയും ഐഡൻറ്റിറ്റി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇത് സ്ക്വയർ ആയതുകൊണ്ട് അത്തരത്തിൽ സംഭവിക്കും, അത് ട്രൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കേസ് മാത്രം എഴുതിയിരിക്കുന്നത്, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എന്ന് എടുത്തിരിക്കുന്നത്. തിരിച്ച് എ ഇൻവേഴ്സ് ഇൻറ്റു എയും ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ എഴുതായിരുന്നു. കാര്യം അത് ട്രൂ ആണ് ജനറലി, അതുകൊണ്ടാണ് അത് അവിടെ ഉൾപ്പെടുത്താഞ്ഞത്. സിമിലർലി ബി ഇൻറ്റു ബി ഇൻവേഴ്സും ബി ഇൻവേഴ്സ് ഇൻറ്റു ബിയും ഐഡൻറ്റിറ്റി തന്നെയാണ്. ഒരു കേസ് എഴുതിയാൽ മതി. കാര്യം രണ്ട് സൈഡും ട്രൂ ആയിരിക്കും. കാര്യം സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇൻവേഴ്സും ലെഫ്റ്റ് ഇൻവേഴ്സും തുല്യമായിരിക്കും എന്നുള്ളതാണ് റീസൺ. ഓക്കെ ആണല്ലോ. അന്നേരം നമ്മുടെ ജോലിയിലേക്ക് വരാം. നമ്മുടെ ജോലി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്നാണല്ലോ തെളിയിക്കാനുള്ളത്, ബൈനറി ആണെന്നാണല്ലോ തെളിയിക്കാനുള്ളത്. അന്നേരം എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റും എസിനകത്തുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം എ ബി എസിനകത്തുണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, എസിൻ്റെ കളക്ഷൻ എന്താണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ കളക്ഷനാണ്. അത് എ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. എ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. എ ബി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ബിക്ക് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുമെന്നാണ് തെളിയിക്കാനുള്ളത്. ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ട്രൂ ആണ്. കാര്യം ഓൾറെഡി നമ്മൾ ഇത്തരത്തിലൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, +2 പഠിച്ചിട്ടുണ്ട്, അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് ടു ഇൻവേർട്ടിബിൾ മെട്രിക്സസ് എ ആൻഡ് ബി ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതായത് രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എയും ബിയും ആണല്ലോ നമ്മൾ രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി അത് മസ്റ്റായിട്ടും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും, എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇതാണ് സംഗതി. ഓക്കെ, ദ പ്രോഡക്റ്റ് ഓഫ് ടു ഇൻവേർട്ടിബിൾ മെട്രിക്സസ് എ ആൻഡ് ബി ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അന്നേരം എ ബി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഈ തിയറം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഡയറക്റ്റ് ആ തിയറം എഴുതി വെച്ചാൽ മതിയാകും. പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോഴത്തേക്ക് എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, എ ബി ദ ഹോൾ ഇൻവേഴ്സ് ആണ്. എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്നാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് അതാണ് എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ അവിടെ ഒന്ന് കാണിക്കുന്നു. കാര്യം അതിന് മാർക്ക് കിട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, അതും കൂടെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്നു. അതായത് ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ, എയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്തായിരിക്കും, ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ എ ബിയുടെ ഇൻവേഴ്സ്, ഓക്കെ, എ ബി എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ ഇൻവേഴ്സാണ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് തെളിയിക്കാനായിട്ട് ഈ രണ്ട് മെട്രിക്സുകളുടെയും പ്രോഡക്റ്റ് എന്തോ തെളിയിച്ചാൽ മതി, ഐഡൻറ്റിറ്റി ഞാൻ തെളിയിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. താണ്ടെ എ ബി ഇൻറ്റു എ ബിയുടെ ഇൻവേഴ്സ്. ഓക്കെ, എ ബിയുടെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തെളിയിച്ചാലും മതി, എ ബി ഇൻറ്റു എ ബിയുടെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേണ്ട, എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ,
ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് മറ്റൊന്ന് തെളിയിക്കാനായിട്ട് അവയുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി തെളിയിച്ചാൽ മതി. അത് എ ബിയുടെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സും തെളിയിക്കാനായിട്ട് അവ തമ്മിലുള്ള പ്രോഡക്റ്റ് എന്തെന്ന് തെളിയിച്ചാൽ മതി, ഐഡൻറ്റിറ്റി എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. എ ബി ഇൻറ്റു എ ബിയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്തെന്ന് തെളിയിച്ചാൽ മതി, ഐഡൻറ്റിറ്റി തെളിയിച്ചാൽ മതി. ഓക്കെ, അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഓൾറെഡി ഈ തിയറം വെച്ചിട്ട് നമുക്ക് ട്രൂ ആണെന്ന് അറിയാം, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് എഴുതുന്നു, കാര്യം ഈ സ്റ്റെപ്സിന് എക്സാമിന് മാർക്ക് കിട്ടും, അതുകൊണ്ട് മാത്രം. ഓക്കെ, അന്നേരം എ ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മളിനി ഐഡൻറ്റിറ്റി നിന്ന് കിട്ടാനായിട്ട് ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതിനെ ഞാൻ എ ആയിട്ട് എടുക്കുന്നു, ഇത് ബി, ഇത് സി ആയിട്ട് എടുക്കുന്നു. ഇതിപ്പോൾ ഇവിടെ കിടക്കുന്ന എ ഇൻറ്റു ബി സി എന്നുള്ള ഫോമില. എ ഇൻറ്റു ബി സി നമുക്ക് എ ബി ഇൻറ്റു സി എന്ന് എഴുതാമല്ലോ. ഇതാണ് എ, ഇതാണ് ബി, അതങ്ങ് ഒരുമിച്ചാക്കി നാട്ടെ എ ബി ഇൻറ്റു സി അവിടെ ഇട്ടു. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ വീണ്ടും ഇതിനകത്ത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഇത് എ, ഇത് ബി, എ ബി ഇൻറ്റു സി. ഓക്കെ ആണല്ലോ. എ ബി ഇൻറ്റു സി എങ്ങനെ എഴുതാം, എ ഇൻറ്റു ഓക്കെ ഇതൊരുമിച്ചാക്കി ബി സി. ഓക്കെ ആണല്ലോ. ഇൻറ്റു എ ഇൻവേഴ്സ് അതുപോലെ തന്നെ ഇട്ടു. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഓൾറെഡി ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റി ആണെന്നുള്ളത്. അതിനൊരു ഐഡൻറ്റിറ്റി ഒന്നും കൊടുക്കാമല്ല, ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതൊരു എം എൻ ഓഫ് ആറിലെ മെട്രിക്സ് ആണല്ലോ. ഇതെല്ലാം എം എൻ ഓഫ് ആറിൻ്റെ സബ്സെറ്റുകളാണല്ലോ, എം എൻ ഓഫ് ആർ. ഓക്കെ, ഇതിൻ്റെ ഹോൾ സെറ്റ് എന്ന് വെച്ചാൽ എം എൻ ഓഫ് ആറാണ്. എസ് എന്ന് പറയുന്നതിനകത്തുള്ള സബ്സെറ്റാണ്. ഓക്കെ, അന്നേരം ഈ എസ്സിനകത്തുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് എം എൻ ഓഫ് ആറിലെയും എലമെൻ്റ് ആണല്ലോ. ഓക്കെ, എം എൻ ഓഫ് ആറിലെ ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മൾ തൊട്ടുമുമ്പ് തെളിയിച്ചു, തൊട്ടുമുമ്പത്തെ ക്വസ്റ്റിന് തെളിയിച്ചു. എം എൻ ഓഫ് ആറിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഐ എൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. അത് ഏത് മെട്രിക്സിൻ്റെ കൂടെയും ഐ എൻ മൾട്ടിപ്പിൾ ചെയ്താൽ ആ മെട്രിക്സേ കിട്ടുകയുള്ളൂ എന്ന് തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, അന്നേരം എസ്സിനകത്തുള്ള എലമെൻ്റ് എടുത്താലും അത് എം എൻ ഓഫ് ആറിലെ എലമെൻ്റ് തന്നെയാണ്. സോ എം എൻ ഓഫ് ആറിലെ ഏത് എ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താലും അതിന് ഐഡൻറ്റിറ്റി ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്തേ കിട്ടൂ, എ തന്നെ കിട്ടുകയുള്ളൂ. സോ അന്നേരം എ ഇൻറ്റു എ ഇൻവേഴ്സ് നമുക്ക് എഴുതാം. ശരിയല്ലേ? ഇവ തമ്മിലുള്ള പ്രോഡക്റ്റ് എ ആണ്, ബാക്കി എ ഇൻവേഴ്സ്. ഓക്കെ, എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണ്, ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് എ ഇൻറ്റു എ ഇൻവേഴ്സും ബി ഇൻറ്റു ബി ഇൻവേഴ്സും എല്ലാം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അന്നേരം അതും ഐഡൻറ്റിറ്റി എന്ന് കിട്ടി. സോ എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എന്ന് കിട്ടി. അതിനർത്ഥം എ ബി എന്താണ്, ഇൻവെർട്ടിബിൾ ആണ്. ക്ലിയർ ആണല്ലോ. അന്നേരം ഇത്തരത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് കേസ് കഴിഞ്ഞു, എസ് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി ഐഡൻറ്റിറ്റി ഈ പറയപ്പെട്ട സെറ്റിൽ ഐഡൻറ്റിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. എം എൻ ഓഫ് ആറിൽ ഐഡൻറ്റിറ്റി ഉണ്ട്, അത് നമ്മൾ തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു. നമ്മൾ ഇവിടുത്തെ സെറ്റ് എം എൻ ഓഫ് ആർ അല്ലല്ലോ, അതിനകത്തുള്ളൊരു സബ്സെറ്റ് അല്ലേ എസ്. ഓക്കെ, എസിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിനകത്ത് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിസസുകളുടെ കളക്ഷൻ മാത്രമാണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിസസിൻ്റെ കളക്ഷൻ മാത്രമാണ്. ഓക്കെ, അന്നേരം ഇതിനകത്തുള്ള ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും എ ഇൻറ്റു ഐ എൻ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും, അത് നമുക്കറിയാം. ഓക്കെ, പക്ഷേ എ ഇൻറ്റു ഐ എൻ എ ആണ് എന്നിരിക്കെ, പക്ഷേ ഈ നമ്മുടെ ഐഡൻറ്റിറ്റി ഡെഫിനിഷൻ പറയുന്നതാണല്ലോ, ഏതൊരു മെട്രിക്സ് ഈ പറയപ്പെട്ട സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു ഫിക്സഡ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേ എലമെൻറ്റ് എ തന്നെ കിട്ടണം. അത്തരത്തിലൊരു സാധനം ഈ സെറ്റിനകത്തുണ്ടായിരിക്കണം. അതായത് ഐ എൻ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ ഐ എൻ ഈ സെറ്റിനകത്തുള്ളതാണ് എന്നെന്താണ് തെളിവ്? ഐ എൻ ഈ സെറ്റിനകത്തുള്ളതാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഐ എൻ തന്നെയാണ് ഐഡൻറ്റിറ്റി. ഓക്കെ, അന്നേരം ഐ എൻ ഈ സെറ്റിനകത്ത് ഉള്ളതാകണമെന്നുണ്ടെങ്കിൽ ഐ എൻ എന്തോ ആയിരിക്കണം, ഇൻവെർട്ടിബിൾ ആയിരിക്കണം. അതായത് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള എല്ലാം ഈ എസിനകത്താണ് വരുന്നത്. ഓക്കെ, അന്നേരം എ ഇൻറ്റു ഐ എൻ എ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഐ എൻ ഐഡൻറ്റിറ്റി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ എൻ ഈ പറയപ്പെട്ട നമ്മുടെ സെറ്റിനകത്തുള്ളതായിരിക്കണം, എസിനകത്തുള്ളതായിരിക്കണം. അതായത് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. ഐ എൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്. ഏതൊരു ഐഡൻറ്റിറ്റിയുടെയും ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്, അത് ഫിക്സഡ് ആണ്, 1 ആണ്. ഓക്കെ, ഏത് ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, 1 തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അതും പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഐ എൻ എന്ന് പറയുന്നത് 1 ആണ്, ഡിറ്റർമിനൻ്റ് ഓഫ് ഐ എൻ 1 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ അത് എവിടുത്തെ മെമ്പർ ആയിരിക്കും, എസിലെ മെമ്പറാണ്. സോ ഏതൊരു എ എന്ന് പറയുന്ന മെട്രിക്സ് എസിനകത്ത് നിന്ന് എടുത്താലും അതിനകത്തുള്ളത് തന്നെയായ ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എ തന്നെ കിട്ടും. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി ഇൻവേഴ്സ്. ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഏതൊരു എ എന്ന് പറയുന്ന എലമെൻറ്റ് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എം എൻ ഓഫ് ആറിനകത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, എം എൻ ഓഫ് ആറിനകത്ത് ഉണ്ടായിരിക്കാം.
പക്ഷേ അത് ഈ പറയപ്പെട്ട സെറ്റിനകത്തുണ്ട് എന്ന് എന്താണ് തെളിവ്? അതാണ് നമ്മൾ അടുത്ത ചിന്തിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവേഴ്സിൻ്റെ കേസ് എസ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഈ എസ്സിലെ തന്നെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഐഡൻറ്റിറ്റിയായ IN കിട്ടണം. അത്തരത്തിൽ ഒരു മെട്രിക്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനെ നമുക്ക് A ഇൻവേഴ്സ് എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, A ഇൻറ്റു A ഇൻവേഴ്സ് ഐഡൻറ്റിറ്റിയാണ് എന്നുള്ള കാര്യം നമുക്ക് ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. ഈ A ഇൻവേഴ്സ് A എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊരു A എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ടാകണമെന്നില്ല. ഇൻവേഴ്സ് ഉണ്ടാകണമെന്നുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ഈ Aയുടെ ഡിറ്റർമിനൻറ്റ് മസ്റ്റായിട്ട് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം, ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ഓക്കെ, ഈ കേസിൽ ഏതൊരു Aയ്ക്കും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. എന്താ കാര്യം? ഇവിടെ എസ്സിൽ നിന്നാണ് നമ്മൾ A എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നത്. എസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻവേർട്ടിബിളാണ്, ഇൻവേഴ്സ് ഉള്ള കളക്ഷനാണ്. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉള്ള മെട്രിക്സുകളുടെ കളക്ഷൻ. അന്നേരം എസ്സിനകത്തുള്ള മെട്രിക്സുകളെല്ലാം ഇൻവേഴ്സ് ഉള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, പക്ഷേ നമുക്ക് തെളിയിക്കാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് കരുതി ആ ഇൻവേഴ്സ് എസ്സിനകത്ത് ഉണ്ടാകണമെന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഏതൊരു A എന്ന് പറയുന്ന എസ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നമുക്ക് A ഇൻവേർട്ടിബിളാണ്, അതിന് ഇൻവേഴ്സ് ഉണ്ട്. A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ അത് MN(R)ലായിരിക്കും. MN(R)ലെ എലമെൻ്റ് ആയിരിക്കും. നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? ഈ MN(R)ലാണെന്ന് പറയുന്നെങ്കിലും ആ ഇൻവേഴ്സ് എസ്സിനകത്തുള്ളതാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, കാര്യം നമ്മുടെ ഈ പറയപ്പെട്ട കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഈ പറയപ്പെട്ട സെറ്റിനകത്താണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അന്നേരം A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എസ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എസ്സിലെ പ്രത്യേകത നമുക്കറിയാം. A ഇൻവേർട്ടിബിളാണ്, Aയ്ക്ക് ഇൻവേഴ്സ് ഉണ്ട്. അന്നേരം Aയ്ക്ക് ഇൻവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ക്ലിയറായി. ഈ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് തെളിയിക്കണം? എസ്സിലുള്ളത് തന്നെയാണ് എന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ജോലി. അന്നേരം എസ്സിലുള്ളത് തന്നെയാണെന്ന് തെളിയിക്കാനായിട്ട് എന്താണ് മാർഗം? A ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. അതായത് A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് തെളിയിച്ചാൽ മതി? നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എസ്സിലെ മെമ്പർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. A എന്ന് പറയുന്നത് എസ്സിലെ എലമെൻ്റാണ്, അത് ഇൻവേർട്ടിബിളാണ്. അങ്ങനെയുള്ള ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവേഴ്സ് MN(R)ലാണെന്ന് നമുക്ക് തുടക്കത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അത് A ഇൻറ്റു A ഇൻവേഴ്സും A ഇൻവേഴ്സ് ഇൻറ്റു Aയും ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഈ A ഇൻവേഴ്സ് എസ്സിലെ എലമെൻ്റ് ആണ് എന്ന് തെളിയിക്കണം. എസ്സിലെ എലമെൻ്റ് എന്ന് തെളിയിക്കാണ്ട് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം Aയുടെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്. കാര്യം A എസ്സിലെ മെമ്പറാണ്. ഓക്കെ, അതായത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്. അങ്ങനെയെങ്കിൽ A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ A ഇൻവേഴ്സും എസ്സിലെ മെമ്പറാണ്. അന്നേരം A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമിൽ നമുക്ക് ഇത്തരത്തിൽ എഴുതാം. 1/ഡിറ്റർമിനൻ്റ് A എന്ന് എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് A. എന്താണ് ഡിറ്റർമിനൻ്റ് A? ഡിറ്റർമിനൻ്റ് A എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് നമുക്കറിയാം. അന്നേരം 1/ ഒരു നോൺ സീറോ മെമ്പർ എന്താണ്? മസ്റ്റായിട്ട് ഒരു നോൺ സീറോ ആയിരിക്കും വരുന്നത്. അന്നേരം A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് കിട്ടി? നോൺ സീറോ കിട്ടി. A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എവിടുത്തെ മെമ്പർ ആയിരിക്കും? എസ്സിലെ മെമ്പറാണ്. കാര്യം എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അന്നേരം A ഇൻവേഴ്സും എസ്സിലെ മെമ്പറാണെന്ന് കിട്ടി. സോ എല്ലാ എലമെൻറ്റിനും എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി. സോ ഈ പറയപ്പെട്ട സെറ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഈ പറയപ്പെട്ട സെറ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു MN(R) എന്ന് പറയുന്ന കളക്ഷനാണ്. ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തുള്ള ഒരു സെറ്റ് നമ്മളെടുത്തു എസ് എന്ന് പറയുന്നത്. ഈ എസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള എല്ലാ MN(R) എലമെൻറ്റും ഇതിനകത്തുണ്ട്, മെട്രിക്സുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, ഈ കളക്ഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് മനസ്സിലായി. ഈ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ജനറൽ ലീനിയർ ഗ്രൂപ്പ്. അതാണ് ഇവിടെ നോട്ടി പറയുന്നത്. ദി എബോ ഗ്രൂപ്പ് എസ് ഈസ് കോൾഡ് ദ ജനറൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് n/n മെട്രിസസ് ഓവർ R ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ GL(NR). അതായത് GL(NR) എന്ന് കണ്ടാൽ ഞാൻ അന്നേരം മനസ്സിലാക്കണം. GL മീൻസ് ജനറൽ ലീനിയർ ഗ്രൂപ്പ്. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇത് n/n മെട്രിസസ് ആണ്, സ്ക്വയർ മെട്രിക്സസ് ആണ്. അതിനകത്തുള്ള എലമെൻറ്റുകൾ എന്താണ്? റിയൽ നമ്പേഴ്സാണ്. അതാണ് n ഉം R ഉം. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം. GL(NR) ഈസ് ഈക്വൽ ടു MN(R)ലെ ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ, അതാണ് GL(NR). ഓക്കെ ആണല്ലോ? ഈ ഗ്രൂപ്പ് നോൺ അബീലിയൻ ഗ്രൂപ്പാണ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/2 3/3. 2/2 തൊട്ട് അങ്ങോട്ടുള്ള ഏത് ഓർഡറിലുള്ള മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും
അവിടെയൊന്നും ഇതെന്താകില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഇതെന്തല്ല, അബിലീൻ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഈ സെറ്റിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊരു സെറ്റ് കൂടിയുണ്ട്. ഇതേ MN(R), നമ്മളിപ്പോൾ MN(R) നിന്നാണ് തുടങ്ങിയത്. MN(R) എന്ന് പറയുന്നത് ഗ്രൂപ്പ് അല്ലെന്ന് പറഞ്ഞു. കാര്യം ഡിറ്റർമിനൻറ്റ് 0 ആകുന്ന മെട്രിക്സുകൾ ഉണ്ട് എന്നുള്ളതാണ് റീസൺ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ടുള്ള മാത്രം ഒരു കളക്ഷൻ എടുത്തു, അതാണ് എസ്. ഓക്കെ, അത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന മനസ്സിലായി. അന്നേരം ഈ എസ്സിനകത്തുള്ള എല്ലാം ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സുകൾ മാത്രമാണ്. ഓക്കെ, ഈ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആകുന്ന കളക്ഷനിൽ മാത്രം രണ്ട് കാറ്റഗറി ആക്കുന്നു. ഒന്ന് ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന മെട്രിക്സുകളും മറ്റൊന്ന് ഡിറ്റർമിനൻറ്റ് 1 ആകാത്ത മെട്രിക്സുകളും. ഓക്കെ, സീറോ അല്ലാത്തതിനകത്ത് തന്നെ. ഓക്കെ, ഈ എസിനകത്ത് വരുന്നത് ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ സീറോ അല്ലാത്ത മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഈ സീറോ അല്ലാത്ത മെട്രിക്സുകളിൽ തന്നെ ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന മെട്രിക്സും ഉണ്ടാകാം, ഡിറ്റർമിനൻറ്റ് 1 ആകാത്ത മെട്രിക്സുകളും ഉണ്ടാകാം. അന്നേരം ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന മെട്രിക്സ് മാത്രം ഞാൻ എടുക്കുന്നു, അതിനെ ഞാൻ ടി എന്ന് വിളിക്കുന്നു. ഇതിനകത്ത് ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന കളക്ഷൻ മാത്രമേ ഉള്ളൂ. അന്നേരം ഈ കളക്ഷനും ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ മെട്രിക്സാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട് പറയാം. ഓക്കെ, അന്നേരം ഈ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതും എന്ത് ഫോം ചെയ്യും, ഗ്രൂപ്പ് ഫോം ചെയ്യും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് the subset T of MN(R) consisting of all n/n matrices with a determinant equal to 1 is a group under matrix multiplication. അന്നേരം ഈ MN(R)നകത്തോടൊരു കളക്ഷൻ, ഒരു സബ്സെറ്റാണ് T എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന മാത്രം മെട്രിക്സിൻ്റെ കളക്ഷൻ, അത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്നേരം നമുക്ക് തെളിയിക്കാനുള്ളത് ടു ഷോ ദാറ്റ് ടി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. അതെന്ന് വെച്ചാൽ എന്താണ്, MN(R)ലെ മെട്രിക്സസ് എടുക്കുന്നു. MN(R)ലെ മെട്രിക്സിൻ്റെ കളക്ഷനാണ്. ആ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. ഇത്തരത്തിലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് തെളിയിക്കാനുള്ളത്. അതിനാദ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ക്ലോസ്ഡ് ആണെന്ന് തെളിയിക്കണം, അതായത് ബൈനറി ആണെന്ന് തെളിയിക്കണം. അത് ഏത് രണ്ട് എലമെൻറ്റ് ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും, A, B എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് എലമെൻറ്റ് ടിയിൽ നിന്ന് എടുത്താലും അതിൻ്റെ പ്രോഡക്റ്റ് AB ടിയിലുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം AB ടിയിലുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ടിയുടെ പ്രത്യേകത സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്താണ് ടിക്കകത്തുള്ള പ്രത്യേകത, ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് തെളിയിച്ചാൽ മതി. ABയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, A ടിക്കകത്തുള്ള മെമ്പറാണ്, ബിയും ടിക്കകത്തുള്ള മെമ്പറാണ്. അതായത് എയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണ്, ബിയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. അതുകൂടാതെ ടിക്കകത്തുള്ള മെട്രിക്സ് എന്ന് വെച്ചാൽ ഇത് MN(R)ൻ്റെ സബ്സെറ്റ് ആണല്ലോ. ഇത് രണ്ടും ഒരേ ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സസുമാണ്. ഓക്കെ, അന്നേരം എയും ബിയും സ്ക്വയർ മെട്രിക്സസ് ആണ്, സെയിം ഓർഡറാണ്, അവരുടെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോഡക്റ്റും ഇതേ ഓർഡർ തന്നെയായിരിക്കും, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് കൂടി മാത്രം തെളിയിച്ചാൽ മതി. അങ്ങനെയാണ് ടിക്കകത്തുണ്ടെന്ന് കിട്ടും. ഓക്കെ, അതിന് വലിയ പാടൊന്നുമില്ല. എയും ബിയും ടിയിലെ മെമ്പർ ആണെങ്കിൽ എയുടെയും ബിയുടെയും ഡിറ്റർമിനൻറ്റ് 1 ആണ്. ഞാൻ എബിയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് തെളിയിക്കാൻ പോവാണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് AB ഈക്വൽ ടു പ്രോപ്പർട്ടി അനുസരിച്ച്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് B എന്ന് എഴുതാം. എയുടെയും ബിയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണല്ലോ. സോ 1 × 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് ABയുടെ ഡിറ്റർമിനൻറ്റ് 1 എന്ന് കിട്ടി. അതുകൊണ്ട് AB എവിടുത്തെ മെമ്പറാണെന്ന് കിട്ടി, ടിയിലെ മെമ്പറാണ്. അന്നേരം ടിയിലെ ഏത് രണ്ട് എലമെൻറ്റ് എടുത്താലും അവയുടെ പ്രോഡക്റ്റ് മസ്റ്റായിട്ടും ടിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കും. കാര്യം ഇവിടെ പ്രോഡക്റ്റ് ഡിറ്റർമിനൻറ്റ് 1 ആണ്. സോ ടി എന്ന് പറയുന്നത് ഈ ടി എന്ന് പറയുന്ന സെറ്റിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ആണെന്ന് കിട്ടി, ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പ്രോപ്പർട്ടിയാണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. മൂന്നാമത്തത് ഐഡൻറ്റിറ്റി. ഓക്കെ, ഐഡൻറ്റിറ്റി ഏതൊരു മെട്രിക്സ് ടിക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ആ ടിക്കകത്ത് തന്നെയുള്ള ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A കിട്ടുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അത്തരത്തിലൊരു മെമ്പർ ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു ഉണ്ട്. IN എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. കാര്യം ഏതൊരു ഐഡൻറ്റിറ്റി എടുത്താലും അതിൻ്റെ ഡിറ്റർമിനൻറ്റ്, INൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്, 1 ആണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞു. ഓക്കെ, എല്ലാ ഐഡൻറ്റിറ്റിയുടെയും ഡിറ്റർമിനൻറ്റ് 1 ആണ്. ഡിറ്റർമിനൻറ്റ് 1 ആണെങ്കിൽ അത് ഇവിടുത്തെ മെമ്പറാണ്, ടിയിലെ മെമ്പറാണ്. സോ IN എന്ന് പറയുന്ന മെമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു A എടുത്തു കഴിഞ്ഞാലും IN എന്ന് പറയുന്ന മെട്രിക്സ് MN(R)ലുള്ള IN എന്ന് പറയുന്ന മെട്രിക്സ് എവിടെ ഉണ്ടായിരിക്കും, ടിയിലും ഉണ്ടായിരിക്കും, ഈ പറയപ്പെട്ട സെറ്റിലും ഉണ്ടായിരിക്കും. കാര്യം അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തോ, ഇൻവേഴ്സിന് തൊട്ട് മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതൊരു A എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. കാര്യം A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഡിറ്റർമിനൻറ്റ് 1 ആയിട്ടുള്ളത്. ഡിറ്റർമിനൻറ്റ് 1 എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണ്. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ടുള്ള ഏതൊരു മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ആ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. A ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി, ടിക്കകത്ത് ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. ടിക്കകത്ത് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണെന്ന് തെളിയിച്ചാൽ മതി. അന്നേരം അതിനെന്താണ് റീസൺ, A ടിയിലെ മെമ്പർ ആണെങ്കിൽ ടിയുടെ പ്രത്യേകത അനുസരിച്ച് Aയുടെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും.
ഓക്കെ, എയുടെ ഡിറ്റർമിനൻറ്റ് 1 എന്ന് വെച്ചാൽ എയുടെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ഉള്ള ഏതൊരു മെട്രിക്സിനും ഇൻവേർട്ടിബിൾ ഉണ്ടായിരിക്കും. സോ എയ്ക്ക് ഇൻവേർട്ടിബിൾ ഉണ്ടായിരിക്കും. ആ ഇൻവേർട്ടിബിൾ എ ഇൻവേർട്ടിബിൾ ആയിരിക്കും, അതായത് എയ്ക്ക് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ എ ഇൻവേഴ്സ് MN(R) ഉണ്ടായിരിക്കും. നമുക്ക് തെളിയിക്കാനുള്ളത് ടിയിലുണ്ടെന്നാണ് തെളിയിക്കാനുള്ളത്. അതിന് എ ഇൻവേഴ്സിന് ഡിറ്റർമിനൻറ്റ് 1 തെളിയിച്ചാൽ മതി. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു തൊട്ട് മുമ്പത്തെ ഞാൻ പറഞ്ഞു ഡെഫിനിഷൻ അനുസരിച്ച് എ ഇൻവേഴ്സിന് ഡിറ്റർമിനൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഇവിടെ എയുടെ ഡിറ്റർമിനൻറ്റ് എന്താണ്? 1 ആണ്. സോ 1/1 എന്ന് വരും. 1/1 എന്താണ്? 1 ആണ്. അന്നേരം എ ഇൻവേഴ്സിന് ഡിറ്റർമിനൻറ്റ് 1 എന്ന് കിട്ടി. സോ എ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? ടിയിലുണ്ടെന്ന് കിട്ടി. അതായത് ഏതൊരു എ എന്ന് പറയുന്ന മെട്രിക്സ് ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ക്ലിയറാണ്. ആ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്നും ഇപ്പോൾ കിട്ടി, ടിയിലുള്ളതാണ് എന്നും കിട്ടി. സോ ടിയിലുള്ള എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് ടിയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. സോ അതും സാറ്റിസ്ഫൈ ചെയ്തു. സോ ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? ഗ്രൂപ്പാണ്. ഓക്കെ ആണല്ലോ. ഈ മെട്രിക്സിന് ഈ ഒരു സ്പെഷ്യൽ മെട്രിക്സിന് പറയുന്ന പേരാണ് ദ എബോവ് ഗ്രൂപ്പ് ടി ഈസ് കോൾഡ് ദി സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് n/n മെട്രിക്സസ് ഓവർ ആർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ SL ഓഫ് NR. ഇതിനാണ് നമ്മൾ SL ഓഫ് NR എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് എന്നാണ് SL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. n മീൻസ് സ്ക്വയർ മെട്രിക്സ് ആണ്, n/n മെട്രിക്സ് ആണ്. R എന്ന് വെച്ചാൽ ആ മെട്രിക്സിനകത്തുള്ള നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അന്നേരം ദാറ്റ് ഈസ് SL ഓഫ് NR ഈക്വൽ ടു, അതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, A ബിലോങ്സ് ടു GL ഓഫ് NR. ഇതെല്ലാം ജനറൽ ലീനിയർ ഗ്രൂപ്പിൽ എലമെൻ്റ് ആയ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആകുന്ന തരത്തിലുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, ആ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആകുന്ന കളക്ഷനിൽ ഏത് മാത്രമാണ് SL ഓഫ് NRൽ വരുന്നത്? ഡിറ്റർമിനൻറ്റ് 1 ആകുന്ന മാത്രം മെട്രിക്സുകളുടെ കളക്ഷൻ. ഇതാണ് SL ഓഫ് NR എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഗ്രൂപ്പാണെങ്കിലും ഇതെന്തല്ല, നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇത് അബീലിയൻ അല്ല ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2/2 3/3 അങ്ങോട്ടുള്ള ഏത് ഓർഡറിലുള്ള മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ജനറലി ട്രൂ അല്ല എന്നുള്ള മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതും എന്ത് ഫോം ചെയ്യില്ല? n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ൽ ഈ പറയപ്പെട്ട സെറ്റിന് എന്തല്ല? അബീലിയൻ ഗ്രൂപ്പ് അല്ല. ക്ലിയർ ആണല്ലോ. അന്നേരം നമ്മളിന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട മെട്രിക്സ് ഗ്രൂപ്പുകളെ പറ്റിയാണ്. വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അന്നേരം MN(R) എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്തുള്ള 2 സബ്സെറ്റുകൾ ഗ്രൂപ്പാണ്. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ടുള്ള GL ഓഫ് NRും ഗ്രൂപ്പ് ഫോം ചെയ്യും മൾട്ടിപ്ലിക്കേഷനിൽ. അതുപോലെ അതിനകത്ത് വരുന്ന സബ്സെറ്റ് ഡിറ്റർമിനൻറ്റ് 1 ആയിട്ടുള്ള മാത്രം കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്? ഗ്രൂപ്പ് ഫോം ചെയ്യും മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനിൽ. അവയാണ് നമ്മൾ ജനറൽ ലീനിയർ ഗ്രൂപ്പെന്നും സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പെന്നും പറയുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ. അന്നേരം കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഒന്ന് എഴുതി തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.